ബിഷപ്പ് ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഓളിയിട്ടവരെവിടെ? ഇതാ സത്യം ലോകത്തിന് മുന്നിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കാനാകുമോ അറിയില്ല. ആ പദമൊന്ന് ഉപയോഗിച്ചാൽ തെറ്റാകുന്ന കുറ്റക്കാരാകുന്ന ഈ കാലത്ത് ഇതാ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി പോയിരിക്കുന്നു. മതം മാറ്റാൻ നിർബന്ധിച്ചു. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാനാവില്ല എന്ന് 21 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അവസാനത്തെ കുറിപ്പാണ് ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ്. പാലാ പിതാവ് പറഞ്ഞതിന് തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. അന്ന് ആക്രോശിച്ചവർ, പിതാവിനെതിരെ കേസ് കൊടുക്കാൻ രാജ്യമെങ്ങും ഓടി നടന്നവർ ഇതറിയണം, എന്നിട്ട് മറുപടി പറയണം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിലാണ് ആൺ സുഹൃത്ത് കസ്റ്റഡിയിലായിരിക്കുന്നത്. ചില പത്രങ്ങളൊക്കെ ആൺ സുഹൃത്ത് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പേര് പറയാൻ ഇന്ന മതത്തിൽപ്പെട്ടവൻ എന്ന് പറയാൻ മടി. പരസ്യത്തിന്റെ ഒരു പൊളപ്പേ. കോതമംഗലം കറുകടം ഞാഞ്ഞൂൽമല നഗറിൽ കടിഞ്ഞുമേൽ പരേതനായ എൽദോസിന്റെ മകൾ സോന എൽദോസ് മരണപ്പെട്ടിരിക്കുന്നു. സാങ്കേതികമായി ആത്മഹത്യ എന്ന് പറയാം, പക്ഷേ ഇതല്ലേ കൊലപാതകം? സോനയും റമീസും തമ്മിൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ പ്രണയബന്ധത്തിലായിരുന്നു. വിവാഹം ആലോചിച്ചെത്തിയപ്പോൾ മതം മാറണമെന്ന് യുവാവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിതാവ് മരിച്ച് 40 ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താം എന്നായിരുന്നു സോനയുടെ കുടുംബം പറഞ്ഞത്. മതം മാറാൻ പക്ഷേ സഹോദരി തയ്യാറായിരുന്നു. എന്നാൽ റമീസിനെ അനാശാസ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ലോഡ്ജിൽ നിന്ന് പിടിച്ചിരുന്നു. ഇതറിഞ്ഞതോടെ ഇനി മതം മാറാനില്ല എന്നും രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി എന്നും സോന പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സോനയെ ആലുവയിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് റമീസ് കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് റമീസിന്റെ വീട്ടിലെത്തി പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു. മതം മാറാൻ പൊന്നാനിക്ക് കൊണ്ടുപോകാൻ കാർ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പൊന്നാനിയിൽ ചെന്ന് 2 മാസം കഴിഞ്ഞ് രജിസ്റ്റർ മാരേജ് ഉള്ളൂ എന്നും മതം മാറാതെ പറ്റില്ല എന്നും റമീസ് തീർത്തു പറയുന്നു. ഈ സമയത്ത് റമീസിന്റെ മാതാപിതാക്കളും സഹോദരിയും കൂട്ടുകാരും റമീസിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് സോനയുടെ സഹോദരൻ പറയുന്നത്. സോന ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അവൾ എഴുതിയ കുറിപ്പ് റമീസിന്റെ മാതാവിന് അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ അവർ സോനയുടെ അമ്മയെ വിളിച്ച് നിങ്ങളുടെ മകൾക്ക് ഭ്രാന്താണ്, അവൾ അയച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചു എന്നാണ് സോനയുടെ സഹോദരൻ പറയുന്നത്. സോനയുടെ ആത്മഹത്യാ കുറിപ്പ് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ല എന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്താം എന്ന വ്യാജേന വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താം എന്ന് പറയിപ്പിച്ചു. റമീസിന്റെ തെറ്റുകൾ ഉമ്മയും ബാപ്പയും അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മേൽപ്പറഞ്ഞ വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതാണ് നിരാലംബയായി പോയ ഒരു പെൺകുട്ടിയുടെ അവസാന വാക്കുകൾ. എല്ലാ പ്രതീക്ഷയും അവളുടെ നഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ ലവ് ജിഹാദ് എന്ന് വരുമോ? ഇതിനെ മറ്റേത് പേര് വിളിക്കും? പാലാ പിതാവ് പറഞ്ഞത് ആവർത്തിക്കപ്പെടുന്നു. ഒരുപാട് പേരെ നമ്മുടെ മലയാളത്തിൽ നിന്നും ആട് മേയ്ക്കാൻ കൊണ്ടുപോയി. പലരും ഇപ്പോഴും അന്യരാജ്യങ്ങളിലെ ജയിലിൽ കിടക്കുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് അവരുടെ അമ്മമാർ ഇവിടെ കിടന്ന് അലമുറയിടുന്നു. ഇതൊക്കെ കണ്ടും മടുത്തിട്ട് ഒരു പിതാവ് പറഞ്ഞതാണ്, ലഹരിയുടെ മറവിൽ, പലതിന്റെയും മറവിൽ മതം മാറ്റം നടക്കുന്നു എന്ന്, ലവ് ജിഹാദ് ഉണ്ട് എന്ന്. ഒരുപാട് സൂക്ഷിക്കണം. ഇത്തരം ചതിക്കുഴികളുമായി മുന്നിലെത്തുന്നവരെ കുറിച്ച് നമ്മുടെ പെൺകുട്ടികൾ ജാഗ്രതയുണ്ടാവണം. ഓരോ പെൺമക്കളുടെയും സുഹൃത്തുക്കളെ കുറിച്ച് മാതാപിതാക്കളും ജാഗ്രതയുണ്ടാവണം.